താഴെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനും നമസ്തേ. ഇന്ന് ഞാനൊരു ജസ്റ്റ് സ്റ്റോറിയാണ് സുഭാഷിതമായിട്ട് പറയാനായിട്ട് വിചാരിക്കുന്നത്. ദാനത്തെക്കുറിച്ചാണ്. അത് നമുക്ക് കിട്ടിയതെല്ലാം ദാനം മാത്രമാണല്ലോ. ഒരാളിങ്ങനെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ എന്നിട്ട് കുറേ രൂപയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് ഒരാളെ കാണും. ഫസ്റ്റ് കാണുന്ന ആൾക്ക് ദാനം കൊടുക്കുന്നതാണ് ഇങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ദാനം കൊടുത്തത് ഒരു കള്ളനായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഒരു കള്ളനായിരുന്നു എന്ന്. പിന്നെ നമ്മുടെ നാട്ടുകളിൽ ഉള്ളതുപോലെ തന്നെ എന്തിനും ഏതിനും കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ടാവില്ല അവിടെ ഇവിടെയൊക്കെ. ചുറ്റുമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ഇയാൾ എന്തിനാ ഈ കള്ളന് കൊടുക്കുന്നത്, വല്ല നല്ല ആൾക്കാർക്കും കൊടുത്തൂടെ. അപ്പോഴയാളൊന്നും സംസാരിക്കില്ല, അയാൾ തിരിച്ചൊന്നും പറയത്തില്ല. പിന്നെ സെക്കൻഡ് ഡേ അദ്ദേഹം ഇറങ്ങും. സെക്കൻഡ് ഡേ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് ആദ്യമായി കാണുന്നത്. അപ്പോൾ ആ സ്ത്രീക്ക് കുറേ രൂപ കൊടുക്കും. ആക്ച്വലി അപ്പോഴും ആളുകൾ കുറ്റം പറയും, ആ സ്ത്രീ ഏത് രീതിയിൽ നടക്കുന്ന സ്ത്രീയാണെന്ന് അയാൾക്ക് അറിയാമോ. ഇത് അർഹതയില്ലാത്തൊരിടത്താണ് എത്തിയത്. അപ്പോഴും അയാൾ ഒന്നും ശ്രദ്ധിച്ചില്ല. തേർഡ് ഡേ അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഒരാളെ കണ്ടു. പക്ഷെ അദ്ദേഹം രൂപ കൊടുത്തത് ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇയാൾക്ക് എന്താ വട്ടുണ്ടോ, കുറേ കാശുണ്ടായതിൻ്റെ അഹങ്കാര എന്ന് പറയും. പക്ഷെ പിന്നീട് ആ ദാനം മാറ്റിയത് ആ കള്ളൻ പിന്നെ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ആ സ്ത്രീ ഒരിക്കലും അസന്മാർഗികമായിട്ട് ജീവിച്ചിട്ടില്ല. കാരണം കാശിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരങ്ങനെ ജീവിച്ചിരുന്നത്. പിന്നെ ഒത്തിരി രൂപയുള്ള ആൾക്ക് കൊടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി, തൻ്റെ കാശ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാനുള്ളതല്ല, ദാനം ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ITL ചെയ്യുന്നതും ഇവിടെ കേൾവിക്കാരായിരിക്കുന്നവരും എല്ലാം ദാനം തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സമയം ITL ഇത്രയും കോളേലിയായ ഒത്തിരി തിരക്കുള്ള എല്ലാവരും അവരുടെ സമയം, അവരുടെ ശബ്ദം എല്ലാം നമുക്ക് വേണ്ടി ദാനം ചെയ്യാണ്. നമുക്ക് ദാനം ചെയ്യാൻ ചിലപ്പോൾ കാശൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, അപ്പം സമയം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾക്ക് തന്ന ശബ്ദം ഉണ്ടാവും, നമ്മളുടെ സ്നേഹം ഉണ്ടാവും, ചിലപ്പോൾ ഒരു കുഞ്ഞു പൂവിനെ ചിലപ്പോൾ ഒന്ന് തൊടാൻ പറ്റും, ഒരു കുഞ്ഞു വാവേനെ എടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ എന്തൊക്കെ ദാനങ്ങളാണ്. നമ്മൾക്ക് എല്ലാത്തിനെയും വണങ്ങാൻ മാത്രമേ കഴിയുള്ളൂ. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഇന്നത്തെ ദിവസവും എന്നും ആ നന്ദിയോടെ തന്നെ എന്നും ഇരിക്കാം. താങ്ക് യു വെരി മച്ച് ടു എവറിബഡി. വളരെ ഗംഭീരം, വളരെ ഗംഭീരം. പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയാണ് നമ്മളോടൊപ്പം ദാനത്തെക്കുറിച്ചുള്ള, ദാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞത്. ITL നൽകുന്ന ദാനം, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ദാനത്തിനാണ് പ്രതിഫലം ലഭിക്കുക എന്നാണ് സാധാരണ പറയുക, അല്ലെ? നീ ചെലവഴിക്കുക, നിനക്ക് മേൽ ദാനം ചെയ്യാം എന്നാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ദാനം സമ്പത്തിനെ രട്ടിപ്പിക്കുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നിരവധി കാര്യങ്ങൾ, എല്ലാ മതങ്ങളും പറയുന്നത് ദാനത്തെ കുറിച്ച് തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ലഘുവിവരണം നൽകിയിട്ടുള്ള ഫ്ലെമിന് നന്ദി. മനോജി, 2 വാക്ക്. ഫ്ലെമിൻ പറഞ്ഞത് ദാനം എന്ന് പറയുന്നത് എല്ലാവരിലും കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. സമയമാണ് ദാനം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മളിവിടെ സമയം, കേൾവിക്കാരും ദാനം ചെയ്യാണ് അവരുടെ സമയം വാർത്ത കേട്ടുകൊണ്ട്. അങ്ങനെ എല്ലാവരും അന്യോന്യം ദാനം ചെയ്യുന്ന ഒരു ശീലം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ദാനം ചെയ്യുന്നവരായിട്ടാണ്. നമ്മൾ കാണാം, ഈ പൂക്കളൊക്കെ വിൽക്കാൻ കൊടുക്കുന്ന എല്ലാ പൂവും ഒരുമിച്ച് വാങ്ങിക്കുന്ന പോലെയുള്ള അപ്പൊ അതൊരു ദാനം തന്നെയാണ്. അതുപോലെ ഭക്ഷണം വിൽക്കുന്ന ആൾക്ക്. മനോജി, ഇന്നലെ ഈ കല്യാണ വീട്ടില് ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ, അദ്ദേഹം വലിയ സമ്പന്നനല്ല, അദ്ദേഹം തന്റെ 15 സെന്റ് സ്ഥലമാണ് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഇന്നലെ ആ വേദിയിൽ വെച്ച് ദാനം നൽകിയത്. വലിയ സമ്പത്തുള്ള മനുഷ്യനല്ല കേട്ടോ. ഏകദേശം 26 സെന്റ് മറ്റുള്ളതിൽ നിന്ന് തന്റെ 15 സെന്റ് ഈ ദുരന്തം ബാധിച്ചിട്ടുള്ള വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി. വലിയ നന്മയാണ്. അതേപോലെ തന്നെ ബുദ്ധൻ പറയുന്നുണ്ട് 7 ട്രഷേഴ്സ് എന്ന് പറഞ്ഞിട്ട്, നമ്മളെ ഉള്ളിൽ തന്നെ ദാനം നൽകാവുന്ന നല്ല വാക്കുകൾ കൊണ്ട്, നല്ല പുഞ്ചിരി കൊണ്ട്, അങ്ങനെ 7 ട്രഷേഴ്സ്. പിന്നീട് ഒരിക്കലും അതിനെ കുറിച്ച് പറയാം. അപ്പൊ ദാനത്തിന്റെ മഹത്വം വളരെ അതിമനോഹരം. മനോജി, ഓർപ്പിക്കും. താങ്ക് യു ശൈലജി. അപ്പൊ ഇപ്പോൾ വയനാട് സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ദാനം എന്ന് പറഞ്ഞ ഒക്കെ വലിയൊരു ഉയർന്നു നിൽക്കുന്നതാണ്. അതിൽ സുഹൃത്ത് കാണിച്ച, അല്ലെങ്കിൽ അദ്ദേഹം വിവാഹത്തോടനുബന്ധിച്ച് കാണുന്ന പ്രവൃത്തി
അദ്ദേഹത്തിന് നന്മ ഉണ്ടാവട്ടെ എന്ന് പറയാണ്. അപ്പൊ ദാനം ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ഒപ്പം സമയം ദാനം ഒപ്പം ചെയ്താലും മതിയല്ലോ. മനുജി ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ ഇന്നലെ തീരത്തെത്തി തീരാവേദനയോടെ കാണാമറയത്തുള്ള പ്രിയപ്പെട്ടവരെ അവസാനമായിട്ടൊരു നോക്ക് കാണാമെന്ന പ്രതീക്ഷയിൽ ദുരന്തഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്കൊപ്പം തെരച്ചിലിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഐമുക്ക, നമ്മുടെ വാർത്താ അവതാരകൻ കൂടിയായിട്ടുള്ള ഐറ്റിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഇന്നലെ തന്റെ സമയവും തന്റെ എന്താണ് അധ്വാനവും ഒക്കെ ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരെ തെരച്ചിലിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഐമുക്കയും വയനാട്ടിൽ ഉണ്ടായിരുന്നു. ഷംസുക്ക് എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അപ്പൊ അതും ഒരു ദാനം തന്നെയാണ് കേട്ടോ. എന്താ പറയാ, കാരുണ്യ പ്രവൃത്തിയാണ്. അതുകൂടെ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. അയ്മുഖ, ഒരു വാക്ക് ഇന്നലെ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. ഞാന് ഞങ്ങൾ രാവിലെ പോയതാണ്. ഒരുപാട് പേര് പല വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഒന്നിച്ചാണ് ഇന്നലെ ഓരോ മേഖല തിരിഞ്ഞ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. അപ്പം നമ്മളൊക്കെ പത്രങ്ങളിൽ കേൾക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വിഷ്വൽസ് കാണുന്നതിനേക്കാളും വളരെ ഭീകരമായ ഒരു വേദനാജനകമായ പല രംഗങ്ങളാണ് അവർ കാണുന്നത്. ഇപ്പോഴും നേരിട്ട് പോയി കാണുന്നതാണ്. നമ്മൾ പല രംഗങ്ങളും നമ്മൾ ഇതുവരെ കാണാത്തതും ഒക്കെ കാണാം. അപ്പോൾ ഇന്നലെ അങ്ങനെ തെരച്ചിൽ നടത്തി. വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ വീടുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വലിയ വലിയ പാറക്കല്ലുകളും ഒക്കെയാണ്. അപ്പോൾ ആ ഭാഗത്തൊന്നും മനുഷ്യന് തെരച്ചിൽ നടത്താൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ യന്ത്ര സംവിധാനമൊന്നും ഈ പാറക്കല്ലും ഒക്കെ ആവുമ്പോൾ അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളതും എനിക്ക് തോന്നുന്നത് ഇന്നലത്തോടു കൂടി ജനകീയ തെരച്ചിൽ അവസാനിപ്പിക്കും. ഒരുപാട് സംഘങ്ങളൊക്കെ തിരിച്ചു പോയി. ഉച്ചയ്ക്ക് ശേഷം, ഉച്ചവരെ നല്ല കാലാവസ്ഥയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പിന്നെ കനത്ത മഴയായി. മഴ പെയ്താൽ നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല. വയനാട്ടിലൊക്കെ മഴ പെയ്താൽ പിന്നെ ആകെ ചളിയും ഇത് കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അതിനുശേഷം ഞങ്ങളെ എല്ലാം തിരിച്ചു പോന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാം. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് തന്നെ ഒരുപാട് സംഘടനകള് പിന്നെ ജ്യൂസും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ വിതരണം ചെയ്ത് അതിനായിട്ട് ഒരുപാട് പേരുണ്ട്. കിലോമീറ്ററുകൾ നടക്കണം അങ്ങോട്ട്. കാരണം മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് വിടുന്നില്ല. ഇഷ്ടം പോലെ വാഹനങ്ങൾ ഉണ്ടായത് കൊണ്ട് മേപ്പാടിയിൽ നിന്ന് വിടാത്തൊരവസ്ഥയാണ്. മേപ്പാടിയിൽ നിന്ന് ഒരു 10-13 കിലോമീറ്റർ ഉണ്ട്. ഷംസുക്കൊക്കെ അറിയാം. പക്ഷെ ഞങ്ങള് എന്റെ പ്രസ് കാർഡ് കാണിച്ചുകൊണ്ട് നേരിട്ട് പോയി ഞങ്ങൾ കടത്തി വിട്ടു. മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ അവരുടെ ടീം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോ അവിടെ വരെ ചെന്നു, കുറെ തെരഞ്ഞു. ചില ഭാഗങ്ങളിൽ ശരീരഭാഗങ്ങളൊക്കെ കിട്ടി എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും വളരെ വേദനാജനകമായ അവസ്ഥ ഈ പാറക്കല്ലുകളുടെ ഇടയില് ഈ പാത്രങ്ങൾ, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഞെരിഞ്ഞ് അമർന്ന് കിടക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇന്നലെ കാണാൻ കഴിയും. ചില സ്ഥലത്തൊക്കെ ചവിട്ടുമ്പോൾ പെട്ടെന്ന് ചളിയിലാണ് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. അപ്പം വളരെ പ്രയാസപ്പെട്ടാണ് ഇന്നലെ ഈ ദുരന്ത ബാധിതരുടെ ബന്ധുക്കളും അടക്കം തെരച്ചു. പക്ഷെ ബന്ധുക്കൾ വളരെ കുറവാണ്. അവരൊക്കെ ഒരു മരവിച്ച അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഞങ്ങള് ഷംസു മേപ്പാടി ചെയർമാനായ സ്കൂളിൽ പോയി ഒരുപാട് പേരെ നേരിട്ട് കണ്ടു. അപ്പൊ അവര് പറയുന്നത് ഇപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇപ്പൊ ഈ ഒരു സമയത്ത്. പക്ഷെ പല ആളുകളും വീടുകളിലേക്ക് മാറുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണമെന്നുള്ളതും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു ടൗൺഷിപ്പ് ആയിട്ട് എല്ലാവരെയും ഒരു ഭാഗത്ത് തന്നെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടികൾ വേണമെന്നുള്ളതാണ്. അപ്പോ അവര് അനുഭവം പറഞ്ഞ പുത്തുമലയിൽ ദുരന്ത ഭൂമിയിൽ ഉണ്ടായ അനുഭവത്തില് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവർ ഇപ്പൊ 3-4 കൊല്ലം കഴിഞ്ഞിട്ടും അവരെ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്താണ്, പ്രളയം വന്ന് അല്ലെ ഉരുൾപൊട്ടൽ വന്നിട്ട് വന്ന് താമസിക്കുന്നവർ എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു വേദനാജനകമായ അവസ്ഥയാണ്. അവരെ നാട്ടുകാരായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇനി ഞങ്ങളെ എല്ലാവരും ഒരു ഭാഗത്ത് തന്നെ പുനരധിവസിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. താങ്ക് യു ഐമുഖ. അപ്പൊ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ബാധകമാകട്ടെ, എല്ലാവരും തുടരട്ടെ എന്ന് മാത്രം, ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രഭാത വാർത്താ സഞ്ചാരത്തിൽ കിടക്കാൻ കൂടെ എത്തിച്ചേർന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് വാർത്താ പ്രഭാതത്തിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യ സൂചനാ വാർത്തകളുമായി PJ നമ്മളോടൊപ്പം ചേരുകയാണ്. PJ, സ്വാഗതം. താങ്ക് യു.